Good morning, everyone. Okay. Morning. Morning. Okay. എന്താണ് ശോകാണല്ലോ ക്ലാസ്സില്? യാ മോർണിംഗ്. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മൈക്ക്. മ്യൂട്ട് ആണെങ്കിൽ ഞാൻ ചാനൽ ഉണ്ടാതിരിക്കണ്ട. ഓക്കെ. ഇന്ന് ഇംഗ്ലീഷ് ക്ലാസ് ആണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ വന്നു. അങ്ങനെയാണോ? എന്താണ് നീ മിണ്ടാതെ ക്ലാസ്സില്? ഗുഡ് മോർണിംഗ്. യെസ്. എന്താണ് വ്യൂസുന ഞെട്ടൽ? ഇംഗ്ലീഷ് ആയതുകൊണ്ടാണോ? പോയോ? ഇമോജി ആളെ പോയോ? ഓക്കെ. ഇംഗ്ലീഷ് ആയിക്കഴിഞ്ഞ് സമാധാനിക്കല്ലേ വേണ്ടേ? നിങ്ങൾക്ക് പഠിക്കണ്ടല്ലോ അല്ലേ? ചുമ്മാ ഇങ്ങനെ ഇരുന്നാ പോരെ? ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടോ? നിങ്ങൾ ഉറങ്ങാണോ അല്ലെങ്കിൽ? ഉണ്ട്. എന്താണ് ഉഷാറില്ലാത്ത? ആക്റ്റീവ് അല്ലല്ലോ അവരും. എന്താണ് ഞാൻ ന്യൂസ് ആയതുകൊണ്ടാണോ? പറയൂ. പെട്ടെന്ന് ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് ഡൗൺ ആയത് ആണോ? ഇനി മിണ്ടില്ല. വെരി ഗുഡ്. അപ്പൊ അതെ, അങ്ങനെയാണല്ലോ, ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ്. ഓക്കെ. അറിയില്ല അറിയില്ല അതാണ് സംസാരിക്കാൻ പറ്റില്ല. എന്ത് പറ്റി കാർത്തിക? സംസാരിക്കാൻ പറ്റില്ല. എന്താണ് എന്തെങ്കിലും ഇഷ്യൂസ് ആണോ? ഹെൽത്ത് ഇഷ്യൂസ് ആണോ? അല്ലെങ്കിൽ ഏജ് പ്രോബ്ലം ആണോ? ടെക്സ്റ്റ് ചെയ്യൂ എന്താന്ന് വെച്ചാൽ കേട്ടോ. റസിയ ക്ലാസ്സിൽ ഇപ്പൊ ജോയിൻ ചെയ്യാറില്ലേ? അറിയോ ആർക്കെങ്കിലും? ശരി, ശരിയാണോ? ഓക്കെ. ഓക്കെ കാർത്തിക, get it soon. Just കേട്ടോ. ഓക്കെ. പിന്നെന്താണ്? ഒന്നും മിണ്ടുന്നില്ല. ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. അശ്വിനി ക്ലാസ്സിലുണ്ടോ? അശ്വിനി ഉണ്ട്. പിന്നെന്താന്ന് മിണ്ടാത്ത ആരും? ബിബിസുന ഒരു ഇമോജിട്ട ആളങ്ങോട്ട് പോയി. എന്താണ് ആയതിന്റെ ഒരു ഷോക്കാണോ? മിസ്സായല്ലോന്ന് ഓർത്തു. കഷ്ടാണെന്നാണോ? അല്ലെങ്കിൽ മിസ്സായല്ലോ അങ്ങനെ രണ്ട് രീതിയിൽ പറയാമല്ലോ. കഴിഞ്ഞ ദിവസം പറഞ്ഞ ഹോംവർക്ക് പകുതി ആയിട്ടുള്ളൂ, അത് കാരണം. അങ്ങനെ രാവിലെ തന്നെ. ഓക്കെ. കുഴപ്പമില്ല. നമുക്ക് ഇന്ന് പാസ്റ്റ് ടെൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലെ? സോ ഞാനൊരു സ്റ്റോറി പറയാം കേട്ടോ. ഒരു മലയാളം സ്റ്റോറി പറയാം. അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. എല്ലാവരും ചെയ്യണം കേട്ടോ. ഓക്കെ, പറയട്ടെ. ചെറിയൊരു സ്റ്റോറി, ഒരു 5-6 സെന്റൻസേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. ഓക്കെ. യാ, എഴുതിക്കോളൂ കേട്ടോ. Take your notebook and write down the story, the Malayalam story. പറയട്ടെ ഞാൻ. ഓക്കെ അല്ലേ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യൂ കേട്ടോ. അതെന്താണെങ്കിലും മിണ്ടാത്തെ. റെസ്പോണ്ട് ചെയ്യ എല്ലാവരും. യാ. ഒരിടത്തൊരു നല്ലവനായ രാജാവ് ഉണ്ടായിരുന്നു. എഴുതും. ഒരിടത്തൊരു നല്ലവനായ രാജാവ് ഉണ്ടായിരുന്നു. ഒരിടത്തൊരു നല്ലവനായ രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന്റെ മകൾ അതിസുന്ദരിയായിരുന്നു. രാജാവിന്റെ മകൾ അതിസുന്ദരിയായിരുന്നു. രാജാവിന്റെ മകൾ അതിസുന്ദരിയായിരുന്നു. ആ രാജകുമാരിക്ക്
ആ രാജകുമാരിക്ക് സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു സ്വർണ്ണ പന്തുണ്ടായിരുന്നു. ആ രാജകുമാരിക്ക് സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു സ്വർണ്ണ പന്തുണ്ടായിരുന്നു. ആ രാജകുമാരിക്ക് സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു സ്വർണ്ണ പന്തുണ്ടായിരുന്നു. അവൾക്ക് പൂന്തോട്ടത്തിൽ കളിക്കാൻ ഇഷ്ടമായിരുന്നു. അവൾക്ക് പൂന്തോട്ടത്തിൽ കളിക്കാൻ ഇഷ്ടമായിരുന്നു. അവൾക്ക് പൂന്തോട്ടത്തിൽ കളിക്കാൻ ഇഷ്ടമായിരുന്നു. രാജകുമാരി ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർണ്ണപ്പന്ത് അടുത്തുള്ള കിണറ്റിൽ വീണു. രാജകുമാരി ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർണ്ണപ്പന്ത് അടുത്തുള്ള കിണറ്റിൽ വീണു. രാജകുമാരി കരയാൻ തുടങ്ങി. കിണർ വക്കിലിരുന്ന ഒരു തവള അതായത് കിണറിനടുത്തിരുന്ന ഒരു തവള ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. Okay, is it finished? Yes. So then translate it. Okay, translate here in English. Okay, എല്ലാവരും ചെയ്യാട്ടോ, ട്രാൻസ്ലേറ്റ് ചെയ്യാട്ടോ എല്ലാവരും. ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞവർ എന്നോട് പറയും.
ഫസ്റ്റ് സെന്റൻസോ? ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാവേ. ഒരിടത്തൊരു നല്ലവനായ രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന്റെ മകൾ അതിസുന്ദരിയായിരുന്നു. ആ രാജകുമാരിക്ക് സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു സ്വർണ്ണ പന്ത് ഉണ്ടായിരുന്നു. അവൾക്ക് പൂന്തോട്ടത്തിൽ കളിക്കാൻ ഇഷ്ടമായിരുന്നു. രാജകുമാരി ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർണ്ണപ്പന്ത് അടുത്തുള്ള കിണറ്റിൽ വീണു. രാജകുമാരി കരയാൻ തുടങ്ങി. കിണർ പക്കിലിരുന്ന ഒരു തവള ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഓക്കെ, അഞ്ജു ഞാൻ മെസ്സേജ് കണ്ടില്ല കേട്ടോ, അതുകൊണ്ടാണേ. ഓക്കെ, ആടെങ്കിലും കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? എഴുതിക്കൊണ്ടിരിക്കുകയാണോ എല്ലാവരും? പറയൂ, എഴുതുന്നുണ്ടോ? നീ ചുമ്മാ ഇരിക്കാണോ? എഴുതുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്യൂ. കഴിഞ്ഞു. യെസ്, അഞ്ജന കഴിഞ്ഞു. ബാക്കി എല്ലാവരും ഇതാണ് കഴിഞ്ഞോ? അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണോ? പറയൂ. എന്താ റെസ്പോണ്ട് ചെയ്യാതെ? നിങ്ങൾ എഴുതുന്നുണ്ടോ ഇല്ലയോ? വെയിറ്റ് ചെയ്യണോ? അതിനു വേണ്ടിയാണ് ചോദിക്കുന്നത്. എഴുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയൂ, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയൂ. നിങ്ങൾ പറഞ്ഞാൽ പോരെ, നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യൂ എന്ന് പറയുന്നത് പറഞ്ഞൂടെ ഇരുന്ന്? ഒരാളെ വിളിച്ച് ചോദിക്കല്ലേ? ആ, അത് പറയാ. എഴുതെങ്കിൽ എഴുതുകയാണെന്ന് പറയാം, കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇല്ലാന്ന് പറയാം. ഓക്കെ, എഴുതി കഴിയുമ്പോ ടെക്സ്റ്റ് ചെയ്യാം. അഞ്ചെണ്ണം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെയിറ്റ് ചെയ്യൂ കേട്ടോ. എല്ലാവരും കഴിയട്ടെ, ഫിനിഷ് ചെയ്യട്ടെ. അതിനുശേഷം നമുക്ക് ഓരോരുത്തരായിട്ട് പറയാം. ഓക്കെ,
Okay, so finish ചെയ്തെടുത്ത് പറയൂ കേട്ടോ. ഫസ്റ്റ് അഞ്ജന പറയൂ. അഞ്ജന എന്താണ് എഴുതിയെന്ന് പറഞ്ഞേ കേക്കട്ടെ. വായിക്കട്ടെ മിസ്. വായിച്ചോളൂ. Once upon a time there was lived a good king. The king's daughter was very beautiful. The princess had a beautiful golden ball like a shining sun. She was very happy to playing in the garden. Once a day, her golden ball was fell on the well while she was playing. Princess began to cry. A frog was watching all these events beside the well. Yeah. Okay, Anjana. Then Trishya, പറയൂ. ഹലോ മാം, ഞാൻ ലാസ്റ്റ് സെന്റൻസ് എഴുതുന്നതേ ഉള്ളൂ. Okay. Then VV Suna, പറയൂ. Yes, ma'am. Once upon a time, there was a good king. His daughter was very beautiful. She had a ball shone like the sun, and she loved to play in the garden. One day, while the princess was playing, the golden ball fell into the nearby well. She started crying. A frog sitting on the side of the well, watching all this. Yeah. Okay. ഇനി ആരെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? സാദിയ പറയൂ. Yes, miss. Once upon a time, hello. പറഞ്ഞോ. Once upon a time, there was a king. The king had a beautiful daughter. She had a cute and shining ball. She loved to play in garden. One day, when she was playing in the garden, the ball fell into a well. A frog sitting near the well was watching this. ഓക്കെ ഷാദിയ. ഇനി ആരെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? വേറെ ആരെങ്കിലും ഫിനിഷ് ചെയ്തിട്ടുണ്ടോ? അമൃത, അഞ്ജു, അഷ്ന, അശ്വതി, അതുല്യ, ഋഷ്യ, ജിഷ്മ. ജിഷ്മ. ഓക്കെ, പറയൂ. കുഴപ്പമില്ല, പറഞ്ഞോളൂ കേട്ടോ. There was a good king in one left. The king's daughter was very high when the princess had a gold ball that shines like the sun. She was a gentle ball to play in the literate. All of these scenes, all this one when the princess began to cry, and well, a frog in the will said all. ഓക്കെ. Then അതുല്യ കഴിഞ്ഞോ? Yes, miss. Once upon a time, there was a good king. King's daughter was very beautiful. The princess had a golden ball which was shining like a sun. She liked to play in the garden. Once she was playing in the garden, the golden ball fell down in the nearest well. The princess started crying. The frog, which was sitting near the well, was seeing all this. Yes. Okay. Then ഇനി ആരെങ്കിലും? ഷേർലി വർഗീസ്, ഇഷിത. Okay. Then Rishya. Yeah. കഴിഞ്ഞോ? കഴിഞ്ഞു. വായിച്ചോട്ടെ. കഴിച്ചോളൂ. Once upon a time, there was a good king. The king's daughter was beautiful. The princess had a golden ball that shone like a sun.
She likes to play in the flower garden. One day, while Princess was playing, the ball fell into a nearby well. Princess started crying. The frog sitting by the well was watching all this. Yeah. Okay. ഇനി നെക്സ്റ്റ് ആരാ? ഞാൻ ഇങ്ങനെ വായിക്കുന്നുണ്ടോ? ഓക്കെ, കഴിഞ്ഞു. നമുക്ക് പറയാം, ഇത് ഏത് ടെൻസ് ആയിരുന്നു? പറയൂ. Which tense is used in the story? Yeah, the past tense. Okay, past tense ആണ്. ഇതില് simple past ഉണ്ട്, continuous ഉണ്ട്, perfect ഉണ്ട്, അല്ലെ? Perfect continuous ഇല്ല, perfect വരെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് പറയാം. ഒരിടത്തൊരു നല്ലതായ രാജാവ് ഉണ്ടായിരുന്നു. എല്ലാവരും once upon a time എന്നൊക്കെ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, അതിൽ മിസ്റ്റേക്സ് ഒന്നുമില്ല, വേർഡ്സ് അല്ലേ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ യൂസ് ചെയ്തത് ടെൻസ് കറക്റ്റ് ആണ്. Once upon a time, there was a kind king in a place. പറയാം, there was a kind king in a place. നല്ലവനായ രാജാവ് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ was ആണ് പറയാ, അല്ലെ? There was a kind king in a place. ആരും എഴുതിയിട്ടുണ്ട് കേട്ടോ, എഴുതിരിക്കാം. ഫസ്റ്റ് സെന്റൻസ് ഇങ്ങനെയാണ്, there was a kind king in a place. നിങ്ങൾ എഴുതിയ സെന്റൻസ് മിസ്റ്റേക്ക് ആണോ എന്ന് നോക്കേണ്ടത് അവിടെ was ആണ് വന്നിട്ടുണ്ട് നോക്കാം. was ആണെങ്കിൽ കറക്റ്റ് ആണ്. ഓക്കെ, സെൻസ് വൈസ് മാത്രം നോക്കിയാൽ മതി. വേർഡ്സ് മിസ്റ്റേക്ക് വന്നു വേറെ കുഴപ്പമൊന്നുമില്ല. മിസ്റ്റേക്ക് അല്ലല്ലോ, അല്ലെ? once upon a time ആഡ് ചെയ്യുന്നതേ. പലരും പല രീതിയിലാകാം, അതൊന്നും ഒരു മിസ്റ്റേക്ക് ചെയ്യല്ല കേട്ടോ. was വന്നിട്ടുണ്ട്, കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോ there was a kind king, പക്ഷെ ഗുഡ് കിങ് എന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് ആണ്. അപ്പൊ kind king or good king എന്തുള്ളത്? in a place, പ്ലേസ് ഒരു രാജാവ് ഉണ്ടായിരുന്നു. സെക്കൻഡ് സെന്റൻസ്, രാജാവിന്റെ മകൾ അതിസുന്ദരിയായിരുന്നു. രാജാവിന്റെ മകൾ എന്ന് പറയുമ്പോ the king's daughter, കറക്റ്റ് ആണ് അല്ലെ? the king's daughter സുന്ദരി ആയിരുന്നു എന്നാ പറയുന്നത്. അപ്പോ was ആണ് യൂസ് ചെയ്യാം. The king's daughter was very beautiful. Okay, കറക്റ്റ് ആണ്. ഇനി സുന്ദരിയാണ് എന്നാണെങ്കിൽ നമ്മൾ എന്ത് പറയും? സുന്ദരിയാണ്. രാജാവിന്റെ മകൾ അതിസുന്ദരിയാണ് എന്നാണെങ്കിൽ എങ്ങനെ വരും ഇത്? She is beautiful. The king's daughter is very beautiful. Is വരും. എന്താണ് വ്യത്യാസം, അല്ലെ? അപ്സരയ്ക്ക് വ്യത്യാസം വരുന്നുണ്ട്. എവിടെയാണെങ്കിൽ was ആണ് വരുന്നത്. The king's daughter was very beautiful. ഇനി തേർഡ് സെന്റൻസ് ഏതാണ്? ആ രാജകുമാരിക്ക് സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു സ്വർണ്ണ പന്ത് ഉണ്ടായിരുന്നു. സ്വർണ്ണ പന്ത് ഉണ്ടായിരുന്നു, അല്ലെ? മലയാളം എവിടെ അവസാനിക്കുന്നോ അവിടെ വെച്ച് ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ മലയാളം അവസാനിച്ചെങ്ങനെയാണ്? സ്വർണ്ണ പന്ത് ഉണ്ടായിരുന്നു. ആർക്ക് സ്വർണ്ണ പന്ത് ഉണ്ടായിരുന്നു? രാജകുമാരിക്ക് സ്വർണ്ണ പന്ത് ഉണ്ടായിരുന്നു. അതെന്താണ്? ഒരു സൂര്യനെ പോലെ തിളങ്ങുന്ന ഒന്നായിരുന്നു എന്നാ പറയുന്നത്, അല്ലെ? അപ്പോ the princess സ്വർണ്ണ പന്ത് ഉണ്ടായിരുന്നു എന്നാ പറയാ, അല്ലെ? സ്വർണ്ണ പന്ത് ഉണ്ട് എന്നാണെങ്കിൽ as a golden ball എന്ന് പറയും. ഇവിടെ ആയിരുന്നു ആണ്, past ആണ്. അപ്പൊ the princess had a golden ball, അല്ലെ? ഒരു സ്വർണ്ണ പന്ത് ഉണ്ടായിരുന്നു. The princess had a golden ball. Then അതെന്താണ്? സൂര്യനെ പോലെ തിളങ്ങുന്ന ഒന്നായിരുന്നു. അപ്പൊ അത് എന്ന് മെൻഷൻ ചെയ്യണം, അല്ലെ? നമ്മളോടെ which or that യൂസ് ചെയ്യാം. അപ്പൊ the princess had a golden ball which തിളങ്ങുന്ന പോലെ ഒന്നായിരുന്നു എന്നാ പറയാം. അപ്പൊ which was തിളങ്ങുക, which was it's a continuous tense ആണ്, അല്ലെ? അപ്പൊ which was shining, not shone, shining like the sun. Okay, the princess had a golden ball which was shining like the sun. Clear?
നെക്സ്റ്റ്, അവൾക്ക് പൂന്തോട്ടത്തിൽ കളിക്കാൻ ഇഷ്ടമായിരുന്നു അല്ലെ? എങ്ങനെയാ വരാ? ഇഷ്ടം എന്താണ്? ലൈക്ക് ആണ്. അതിന് പാസ്റ്റ് എടുത്താൽ മതി. ലൈക്ക് ഓർ ലവ് പാസ്റ്റ് എടുത്താൽ മതി. She liked to play in the garden. She liked to play in the garden. That's all. She liked to play in the garden. ഇനി രാജകുമാരി ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർണ്ണപ്പന്ത് അടുത്തുള്ള കിണറ്റിൽ വീണു. രാജകുമാരി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ വന്നു. അപ്പോൾ വരുമ്പോ എങ്ങനെയാ? When the princess was playing. ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നാണെങ്കിൽ when the princess was playing a day, അല്ലെങ്കിൽ one day പറയാം, അല്ലെങ്കിൽ a day പറയാം. ഗോൾഡൻ ബോൾ എവിടെ പോയി? അടുത്തുള്ള കിണറ്റിൽ വീണു അല്ലെ? അപ്പൊ ഗോൾഡൻ ബോൾ വീണു. fell ആണ് അല്ലെ? fell ആണ്, വീണു. ഗോൾഡൻ ബോൾ fell. ഇങ്ങോട്ട് വീണു? ഉള്ളിലേക്ക്, കിണറ്റിലേക്ക്. into എവിടെയുള്ള കിണറാണ്? അടുത്തുള്ള ഒരു കിണറാണ്. അപ്പോ nearby well. Okay. When the princess was playing a day, golden ball fell into a nearby well. Clear? കരയാൻ തുടങ്ങി. രാജകുമാരി കരയാൻ തുടങ്ങി. The princess started to cry. The princess started to cry. Okay, അങ്ങനെയാണ്. Started കരയാൻ തുടങ്ങി. Started തുടങ്ങി. The princess started to cry. Next, കിണർ വക്കിലിരുന്ന ഒരു തവള ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കാണുക അല്ലെ? എവിടെ ഇരുന്ന തവള? കിണർ വക്കിലിരുന്ന തവള. A frog sitting beside the well. കിണർ വക്കിലിരുന്ന തവള. അതുവരെ കിട്ടി അല്ലെ? A frog sitting beside the well. കാണുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. Was watching or seeing. Seeing ആണ് കുറച്ച് ബെറ്റർ. വാച്ചിങ് യൂസ് ചെയ്യാനുള്ള മിസ്റ്റേക്ക് ഒന്നുമില്ല കേട്ടോ. വാച്ചിങ് ആണ് പറയാം. Was seeing all these. Okay. The prince, a frog sitting beside the well was seeing all these. അപ്പോ ഇതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിയിട്ട് നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ നോക്കാം. എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ? കുറെ പേരുടെയൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് അല്ലെ? ശരിയല്ലേ? മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ കറക്റ്റ് ആണോ? ഒന്ന് പറഞ്ഞ എല്ലാവരും. ജിഷ്മയാണോ? ജേഷ്മ. ഓക്കെ. മിസ്റ്റേക്സ് വന്നോ? ഈ ഒരുവിധമൊക്കെ കറക്റ്റ് ആയിരുന്നു. കറക്റ്റ് കണ്ടോ? അത്രയേ ഉള്ളൂ. പേടിച്ചാണ് പറഞ്ഞത് അല്ലേ? അതെ അതെ. ഓക്കെ. ചെറിയ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഓൾമോസ്റ്റ് കറക്റ്റ് ആണ്. കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. ഓക്കെ. ഗ്രാമർ വൈസ് വന്ന മിസ്റ്റേക്ക് ആണോ? അതായത് വാസ്, ഹാഡ് ഒക്കെ വന്ന മിസ്റ്റേക്സ് ആണോ? അല്ലെങ്കിൽ വേർഡ്സ് ആണോ മിസ്റ്റേക്ക് ആയത്? എന്താണ്? വൊക്കാബുലറി ആണോ അതോ ഗ്രാമറിൽ മിസ്റ്റേക്ക് ആണോ? എന്താണ് പറ്റിയത്? പറയൂ അൻഷിത. വൊക്കാബുലറി ആണ്. ഇപ്പൊ മനസ്സിലായോ? ടെൻസ് വൈസ് നിങ്ങൾ ഓക്കെ ആണ്. പക്ഷെ നിങ്ങൾക്ക് ഇല്ലാത്ത എന്താണ്? വൊക്കാബുലറി ആണ്. അപ്പൊ അത് പഠിക്കണ്ടേ? വേണോ? ഗ്രാമർ മിസ്റ്റേക്സ് ആണ്. ഓക്കെ, ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് എന്തൊക്കെ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ലേ? അല്ലെ? ക്ലിയർ ചെയ്യാൻ പറ്റാലോ? ഇത്രയേ ഉള്ളൂ കാര്യം. അതായത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോ നമുക്കപ്പോ ഇവിടെ തന്നെ നോക്കുക. കിണർ വക്കിലിരുന്ന ഒരു തവള ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. മലയാളം എങ്ങനെയാ പറഞ്ഞത് നമ്മൾ അല്ലെ? കിണർ വക്കിലിരുന്ന തവള ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് കിണർ വക്കിലിരുന്ന ഒരു തവള അത് എടുക്കണം അല്ലെ?
കാരണം സബ്ജക്ട് അവിടെയാണ് ഇരിക്കുന്നത്. അപ്പൊ സബ്ജക്ട് എവിടെയാണോ ഫസ്റ്റ് സബ്ജക്ട് വരണം അല്ലെ സെന്റൻസിൽ. ഇവിടെ സബ്ജക്ട് ആ വേർഡിലെ സബ്ജക്ട് ഏതാണ്? തവളയാണ്. അപ്പൊ എ ഫ്രോഗ് കിണർ വക്കിലിരിക്കുന്ന കിണറിനകത്തിരിക്കുന്ന ഒരു തവള. എ ഫ്രോഗ് സിറ്റിംഗ് ബിസൈഡ് ദ വെൽ. സിമ്പിൾ ആണ്, കിട്ടി. ഇനി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു, കാണുന്നുണ്ടായിരുന്നു എന്ന് വരണമെങ്കിൽ അവിടെ ഏതൊരു ഓക്സിലറി വേണം അല്ലെ? ഏതെങ്കിലും ഓക്സിലറി അല്ല, പാസ്റ്റിലെ ഓക്സിലറി വേണം. വാസ് ആണ് അല്ലെ? എഡ്ജ് ഓഫ് ദ വെൽ. എഡ്ജ് എന്ന് പറയുമ്പോ അടുത്തല്ലല്ലോ ഇത് അല്ലെ? അടുത്തല്ലല്ലോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോ beside the well very pretty. A frog is sitting beside the well. നീ കാണുന്നുണ്ടായിരുന്നു, ഓക്സിലറി വേണം, പാസ്റ്റ് ഓക്സിലറി വേണം. വാസ് കാണുക, സീ എല്ലാം, എന്തെല്ലാം? ഇതെല്ലാം. അപ്പോ all these. സ്റ്റോറി വേണം അല്ലെ? സ്റ്റോറി ഇങ്ങനെയുണ്ട്, കൊള്ളാല്ലേ? ഒരു രസമില്ലേ പറയാനും നിങ്ങൾക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഇല്ലേ? രസാണോ? നിങ്ങൾ ഭയങ്കര ഇതാണ് കേട്ടോ, നിങ്ങൾ റെസ്പോണ്ട് ഒന്നും ചെയ്യുന്നില്ല, ഭയങ്കര കഷ്ടമാണ് കേട്ടോ. റെസ്പോണ്ട് ചെയ്ത് എന്ത് രസമായിട്ട് ക്ലാസ് മുന്നോട്ട് പോകുന്ന അറിയോ? നിങ്ങളെന്താ മിണ്ടാത്തെ? അവിടെ നിങ്ങൾ ഇരുന്ന് ചിരിച്ച എനിക്ക് കാണാൻ പറ്റോ? തലാട്ടി കഴിഞ്ഞ് എനിക്ക് അറിയാൻ പറ്റോ? ഇല്ല. ഓൺലൈൻ അല്ലേ, ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ലേ, എല്ലാത്തിനും ഒരു ലിമിറ്റ്സ് ഇല്ലേ? ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇമോജി അയക്കണം, അല്ലെങ്കിൽ സംസാരിക്കണം. ഈ 3 വഴി മാത്രമേ ഉള്ളൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അല്ലേ? അല്ലാതെ നിങ്ങൾ എന്ത് കാണിച്ചാൽ ഞാൻ അറിയുന്നില്ല. അതുകൊണ്ട് മാക്സിമം റെസ്പോണ്ട് ചെയ്യാൻ നോക്കൂ. നിങ്ങൾ റെസ്പോൺസ് ഉണ്ടെങ്കിൽ എനിക്കും ക്ലാസ് എടുക്കാൻ കുറച്ചൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. ഇത് മിണ്ടാതിരിക്കുന്ന ക്ലാസ്സിൽ ഞാൻ എങ്ങനെയാ പറയാ? ആണോ കാർത്തിക? വേണ്ട, സംസാരിക്കുന്നുണ്ട്. കാർത്തികയല്ല ഞാൻ പറയുന്നത്, മൗത്തിലാണോ? ഓക്കെ, എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഓക്കെ, കംഫർട്ടബിൾ ആണ് പറയാൻ, ഓക്കെ ആണെങ്കിൽ പറയാം എന്ന് മാത്രം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാതെ, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാതെ. അതുകൊണ്ടാണ് എല്ലാവരും പേഴ്സണൽ ആണല്ലോ, അത്രയും പബ്ലിക്കായിട്ട് പറയാൻ ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാതെ കേട്ടോ കാർത്തിക. ഓക്കെ, സോ ടേക്ക് റെസ്റ്റ്. പെട്ടെന്ന് ഓക്കെ ആവട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ സംസാരിക്കാൻ പറയുന്നതും കാർത്തിക ഉദ്ദേശിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് ബാക്കി കുറെ പേരില്ലേ, അവരൊന്നും മിണ്ടുന്നില്ല. എന്താണ് മിണ്ടാത്തെ? ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ട്, അങ്ങോട്ടും മിണ്ടേയുമില്ല. എന്താണത്? ബോറിംഗ് ആയ ക്ലാസ് വേണോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എന്റർടൈൻ ചെയ്തൊരു ക്ലാസ് ആയിരിക്കണോ നല്ലത്? നമുക്ക് ഏതാ വേണ്ടത് എന്ന് പറഞ്ഞേ. എന്നോടാണ് ചോദിക്കുന്നെങ്കിൽ കുറച്ചുകൂടെ എന്റർടൈൻ ചെയ്ത് പഠിപ്പിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ബോറടിക്കാതെ പഠിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അല്ലെ? ഫുൾ ടൈം തിയറീസ് മാത്രമാണെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യോ? നിങ്ങൾക്ക് ആലോചിച്ചു, നിങ്ങൾ ജോയിൻ ചെയ്യോ? ഇത് ബോറിംഗ് ആയിരിക്കും. പക്ഷെ ആ ബോറിംഗ് ഇല്ലാതിരിക്കണമെങ്കിൽ നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്യണ്ടേ? ഇത് ആരും മിണ്ടേയില്ല. ഞാൻ ഇങ്ങനെ ഫുൾ ടൈം സംസാരിക്കുക, ഇതിലൊക്കെ പറയുമ്പോ ഞാൻ തന്നെ അത് ചിരിക്കുക. നിങ്ങൾ ചിരിക്കുന്നുണ്ടോ, നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ കുറച്ചെങ്കിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ലാസ്റ്റ് 2 സെന്റൻസ് കിട്ടിയില്ലേ? ഓക്കെ, കറണ്ട് പോയില്ലേ? കുഴപ്പമില്ല കേട്ടോ. നമുക്ക് അടുത്തൊരു സ്റ്റോറി ആയിട്ടൊക്കെ ഞാൻ വരാം. ഇടക്കിടക്ക് സ്റ്റോറി നോക്കട്ടെ, തപ്പണം. ഇനി മലയാളം സെന്റൻസ് പറയുകയാണെങ്കിൽ ഇത് സ്റ്റോറി അല്ല കേട്ടോ, ഞാൻ ചുമ്മാ എന്തെങ്കിലും പറയട്ടെ. ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. എഴുതിക്കോളൂ. പിന്നീട് ചോദിക്കരുത്, സെന്റൻസ് ചിലപ്പോൾ മറന്ന് കയ്യിൽ നിൽക്കുന്നതാണ് കേട്ടോ. ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഞാനൊരു ഹൗസ് വൈഫും കൂടിയാണ്. ഞാൻ ഒരു വീട്ടമ്മയും കൂടിയാണ്. ഞാൻ ഒരു വീട്ടമ്മയും കൂടിയാണ്.
എനിക്ക് മക്കളുണ്ട്. എനിക്ക് മക്കളുണ്ട്. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഞാനിത് പറയുന്നത് നിങ്ങൾ എനിക്ക് മലയാളത്തില് ടെക്സ്റ്റ് ചെയ്തിട്ട് ഒന്ന് സെൻഡ് ചെയ്യണം കേട്ടോ. ആരെങ്കിലും ഒരാള് ചെയ്യോ? ആരാ ചെയ്യാ? ആരെങ്കിലും ചെയ്യോ എന്നാണ്? ജിഷ്മ ചെയ്യും. ഓക്കെ, ടെക്സ്റ്റ് ചെയ്യണം കേട്ടോ. ഇപ്പൊ പറയുന്ന കാര്യങ്ങളെല്ലാം ടെക്സ്റ്റ് ചെയ്യാം. ഇപ്പൊ ടെക്സ്റ്റ് ചെയ്യല്ലേ, ഞാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോ ഒന്നിച്ച് ടെക്സ്റ്റ് ചെയ്താൽ മതി, ഒരുമിച്ച്. അപ്പൊ ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ഞാൻ നന്നായി പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. എനിക്ക് മലയാളമാണ് കേട്ടോ, ഇംഗ്ലീഷ് വേണ്ട, മലയാളത്തില്. ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഞാനൊരു വീട്ടമ്മയും കൂടിയാണ്. എനിക്ക് മക്കളുണ്ട്. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കണം എന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കണം എന്നതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇംഗ്ലീഷ് നന്നായി സംസാരിക്കണം എന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അല്ലെങ്കിൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കണം എന്നതാണ്. ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ഇന്നു മുതൽ അതിനുവേണ്ടി ഞാൻ ഇന്നു മുതൽ ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ ഇന്നു മുതൽ ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കാൻ പോകുകയാണ്. ഓക്കെ, ഇത്രയും ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ. ജിഷ്മ ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ, മലയാളത്തിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യണേ. Then ട്രാൻസ്ലേറ്റ് ചെയ്യൂ കേട്ടോ. ഇത്രയും കാര്യം ഇപ്പൊ പറഞ്ഞത് ട്രാൻസ്ലേറ്റ് ചെയ്യാം. എല്ലാവരും ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഒന്നുകൂടെ പറയാം. ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഞാൻ ഒരു വീട്ടമ്മയും കൂടെയാണ്. എനിക്ക് മക്കളുണ്ട്. പിന്നെന്താ പറഞ്ഞേ? എനിക്ക് മക്കളുണ്ട്.
എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. Okay. ഇംഗ്ലീഷ് എനിക്ക് നന്നായി സംസാരിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ ഇന്നു മുതൽ ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കാൻ പോകുകയാണ്. Yes. Okay. Yes. Okay. But translate ചെയ്യൂ എല്ലാവരും. Okay. ആരുടെയും കഴിഞ്ഞോ? Yeah. ജിഷ്മ കഴിഞ്ഞു. ഇനി ആരുടെയും കഴിഞ്ഞോ? Okay. Yeah. ജിഷ്മ പറയൂ. I am a girl. I am well studying. I am also a housewife. I have children. I am a lot of great to learn English. My greatest desire is that English should speak well. For that, I am going to learn English from now. Yeah. Okay. ജിഷ്മ. Next, Anjana. വായിക്കട്ടെ മിസ്. വായിക്കൂ. I am a well studied girl. I am a housewife too. I have children. I like to study English very much. My strongest desire is to speak English very well. For this, from today, I am going to study English words. Yeah. Okay. Then Anju.
I'm an intelligent girl. Also, I'm a homemaker. I have children. I like to study English very much. My biggest ambition is to speak English fluently. So I am going to study vocabularies in English today onwards. Yeah. ഇനി ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. കാർത്തിക ടെക്സ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ടെക്സ്റ്റ് ചെയ്യും കേട്ടോ. ഓക്കെ ആണെങ്കിൽ മാത്രം മതിയേ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ആരെങ്കിലും ഫിനിഷ് ചെയ്തിട്ടുണ്ടോ? ജഷ്പ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഓക്കെ അതുല്യ പറയൂ. I'm a well-studied girl. Also, I'm a housewife. I have children. I like to study English. My biggest wish is to speak English fluently. For that, I am going to studying English from today onwards. ഓക്കെ ഇനി ആരെങ്കിലും കഴിഞ്ഞവരുണ്ടോ? ഇനി ആരെങ്കിലും കഴിഞ്ഞോ? ബിബിസുന കഴിഞ്ഞോ? എണ്ണി പറയൂ. Yes, ma'am. പറയൂ എന്നാല്. I am a girl who studies well. I am a housewife too. I have children. I like to study English very much. My greatest ambition is to speak English well. അടുത്ത സെന്റൻസ് എഴുതിയിട്ടില്ല. ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? പറയാ നമുക്ക്. ഞാൻ നന്നായി പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. എങ്ങനെയാ പറയാ? I'm well studied അല്ലെങ്കിൽ I'm well studied girl എന്ന് പറയാം. അല്ലാതെ എങ്ങനെ പറയാം? ഇതെല്ലാം ഏത് ടെൻസ് ആണെന്ന് പറഞ്ഞേ. ടെൻസ് ഏതാണ്? സിമ്പിൾ പ്രസന്റ് ആണോ?
സിമ്പിൾ പ്രസന്റ് ആണെന്ന് പറയാം, പ്രസന്റ് ടെൻസ് ആണ് അല്ലെ. അതിൽ സിമ്പിൾ പ്രസന്റ് ഉണ്ട്, പ്രസന്റ് കണ്ടിന്യൂസ് ഉണ്ട്, പെർഫെക്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ആണ് അല്ലെ. ഞാൻ നന്നായി പഠിക്കുന്ന പെൺകുട്ടിയാണ്. നമുക്ക് ഇങ്ങനെയും പറയാം, ഐ എം എ ഗേൾ ഹു സ്റ്റഡീസ് വെൽ എന്നും പറയും. ഐ എം എ ഗേൾ ഹു സ്റ്റഡീസ് വെൽ. ഞാനൊരു വീട്ടമ്മയും കൂടിയാണ്. ഐ എം ഓൾസോ എ ഹൗസ് വൈഫ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ എം എ ഹോം മേക്കർ ടു എന്നും പറയും. തെറ്റൊന്നുമില്ല കേട്ടോ. ഓൾസോ ഹലോ മാം, സുഷ്മ ഞാൻ കറക്റ്റ് ആക്കി പറയട്ടെ. പറയൂ. I am a girl who studies well. I am also a housewife. I have children. I love learning English very much. My biggest wish is to speak English well. For that, I am going to learn English words from today. ഓക്കെ, ജിഷ്മ തന്നെ എഴുതിയതാണോ? ആണോ? സത്യം പറയോ? അല്ല. ഓക്കെ, കറക്റ്റ് അല്ല ഞാൻ പറഞ്ഞത്, അല്ലല്ലോ. ഓക്കെ, നമ്മൾ സ്വന്തം എഴുതാൻ നോക്കട്ടോ, കാരണം നമുക്കാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഇപ്പൊ ഫോൺ ഉണ്ട്, ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഉണ്ട്, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്, സിമ്പിൾ ആണ്. ഓക്കെ, അതുകൊണ്ട് കാര്യമില്ല കേട്ടോ, ഇതൊന്നും വന്ന് നമ്മൾ നോക്കേണ്ടി വരും. സോ നമ്മൾ തന്നെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്വയം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കാം. തെറ്റ് വരും, കുഴപ്പമൊന്നുമില്ല. മിസ്റ്റേക്സിലൂടെ മാത്രമേ നമ്മൾ പഠിക്കൂ, അതർവൈസ് നമ്മൾ പഠിക്കില്ല. ഓക്കെ, ജിഷ്മ കുറ്റം പറഞ്ഞതല്ല കേട്ടോ. ആദ്യം എഴുതിയതും രണ്ടാമത് പറഞ്ഞതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, സിമ്പിൾ ആണ്. സോ ജിഷ്മ ഫസ്റ്റ് ടൈം പറഞ്ഞ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടായത്, അത് ഇംപ്രൂവൈസ് ചെയ്യാവുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കൂ, ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ഒരിക്കലും ട്രാൻസ്ലേറ്റ് ചെയ്യണ്ട, ഗൂഗിൾ ട്രാൻസ്ലേഷൻ യൂസ് ചെയ്യാതെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കണം എല്ലാവരും. ഓക്കെ, അപ്പോ എന്താണ്, ഐ എം ഓൾസോ ഹൗസ് വൈഫ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ എം എ ഹൗസ് വൈഫ് അല്ലെങ്കിൽ ഹോം മേക്കർ, അല്ലെ വേർഡ് യൂസ് ചെയ്യാം, ഹോം മേക്കർ യൂസ് ചെയ്യാം, ഹൗസ് വൈഫ് പറയാം. ഓക്കെ, പല രീതിയിൽ നമുക്ക് പറയാം, ഹോം മേക്കർ ടു എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. ഇനി എനിക്ക് മക്കളുണ്ട്, ഐ ഹാവ് കിഡ്സ് പറയാം, അല്ലെങ്കിൽ ഐ ഹാവ് ചിൽഡ്രൻ എന്ന് പറയാം. ഓക്കെ, ദെൻ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്, ഐ ലൈക്ക് ടു ലേൺ ഇംഗ്ലീഷ് ഫ്ലുവന്റ്. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. യെസ്, ഐ ലൈക്ക് ടു ലേൺ ഇംഗ്ലീഷ് വെരി മച്ച് പറയാം. ഐ ലൈക്ക് ടു ലേൺ ഇംഗ്ലീഷ് പഠിക്കാനാണ്, ഐ ലൈക്ക് ടു ലേൺ ഇംഗ്ലീഷ് വെരി മച്ച് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് എന്താണ്, ഇംഗ്ലീഷ് സംസാരിക്കണം എന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. മൈ ബിഗസ്റ്റ് ഡ്രീം, അല്ലെ മൈ ബിഗസ്റ്റ് ഡ്രീം പറയാം, അംബിഷൻ പറയാം, വിഷ് പറയാം, എന്ത് വേണമെങ്കിലും പറയാം അല്ലെ. മൈ ബിഗസ്റ്റ് വിഷ് ഈസ് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ്ലി, അല്ലെ ഇംഗ്ലീഷ് ഫ്ലുവന്റ്ലി, അല്ലെ ഇംഗ്ലീഷ് വെൽ, എങ്ങനെ വേണമെങ്കിലും പറയാം. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ടെൻസ് ആണ് കേട്ടോ. വൊക്കാബുലറി നമുക്ക് പല രീതിയിലും പറയാം, ഒരുപാട് വേർഡ്സ് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ പറയാലോ അല്ലെ. നോർമൽ ഇംഗ്ലീഷും അഡ്വാൻസ് ഇംഗ്ലീഷും ഉണ്ട്. ഇപ്പൊ ഹൗസ് വൈഫ് എന്ന് പറയാം, ഹോം മേക്കർ എന്ന് പറയാം അല്ലെ. അങ്ങനെ പല വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാം, അതുകൊണ്ടൊന്നും മിസ്റ്റേക്സ് ഒന്നും ഇല്ല കേട്ടോ. ഗ്രാമർ വൈസ് നോക്കാം. ഓക്കെ, അപ്പോ മൈ ബിഗസ്റ്റ് വിഷ് ഈസ് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ്ലി ഓർ ഇംഗ്ലീഷ് വെൽ. സോ അതിനു വേണ്ടി ഫോർ ദാറ്റ് ആണ് കേട്ടോ, അതിനു വേണ്ടി ഫോർ ദാറ്റ് ഇന്ന് മുതൽ ഇംഗ്ലീഷ് പഠിക്കാൻ പോവാണ്. ഐ എം ഗോയിങ് ടു ലേൺ ഇംഗ്ലീഷ് ടുഡേ. I'm going to learn English from today. I'm going to English words ആണ്. I'm going to learn English words from today. ഇന്ന് മുതൽ ഇംഗ്ലീഷ് പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് വരാം. നിങ്ങൾക്ക് എവിടേക്കാണ് മിസ്റ്റേക്സ് വന്നതെന്ന് അറിയാലോ. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല അല്ലേ. Yeah.
ഓക്കെ, ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടേക്കാണ്. ഓക്കെ അല്ലേ? I'm a girl who studies for a master's too. I love learning. For this reason, we are Kartika for that. Going to start practicing the English words from today. From today is allowed from today. Yeah. കുഴപ്പമില്ല കേട്ടോ കാർത്തിക, ഇത് തുടങ്ങും എന്നാ പറയാ. തുടങ്ങാൻ പോവാണ്, പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങാൻ പോവാണ് എന്നാ പറയാം. കുഴപ്പമൊന്നുമില്ല. എന്താണ് ടെൻസ് വൈസ് നിങ്ങൾ ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ ഇങ്ങനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇംഗ്ലീഷ് അല്ലെ നമുക്ക് ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആണ്. ഓക്കെ, വൊക്കാബുലറി വേണമെന്ന് മാത്രം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഇത്രയൊക്കെ ഉള്ളൂ. So let's wind up today's class. Okay, thank you all. See you on the next class. Okay, bye.